ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അജാനൂർ ലോക്കൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരണ കൺവെൻഷൻ നടന്നു. അഡോട്ട് ജോളി യൂത്ത് സെന്ററിൽ വെച്ചാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലത്തിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഗോവിന്ദൻ പള്ളിക്കാപ്പിലിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വിജയിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള അജാനൂർ ലോക്കൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ അഡോട്ട് ജോളി യൂത്ത് സെന്ററിൽ നടന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാഞ്ഞങ്ങാട് മണ്ഡലം ചെയർമാൻ VK രാജൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു തുടർ ഭരണം ഇടതുപക്ഷത്തിന് ലഭിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. 1956 ഭാഷാടിസ്ഥാനത്തിൽ കേരളം രൂപം കൊണ്ടതിനു ശേഷം നടന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുന്നു. ഏപ്രിൽ ആദ്യവാരം ആ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ EMS ആദ്യത്തെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രിയായി അധികാരത്തിൽ വരുന്നു. ആ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഒരുപക്ഷെ കേരളത്തിനകത്ത് വിപ്ലവകരമായ നിരവധി നിയമനിർമ്മാണങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. ആധുനിക കേരളത്തെ രൂപപ്പെടുത്തിയെടുത്തതിൽ നിർണായകമായ പങ്കാളിത്തം വഹിച്ചൊരു ഗവൺമെന്റാണ് 57 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ എല്ലാ രംഗത്തും ഇന്നത്തെ കേരളം മാറിയിട്ടുള്ളത്. നാരായണൻ പള്ളിക്കാപ്പിൽ അധ്യക്ഷത വഹിച്ചു. M പൊക്ലൻ, A തമ്പാൻ, മൂലക്കണ്ണം പ്രഭാകരൻ, ദേവി രവീന്ദ്രൻ, സോയ KK, KC മുഹമ്മദ് കുഞ്ഞി, ചെറാക്കോട്ട് കുഞ്ഞിക്കണ്ണൻ, K രാധാകൃഷ്ണൻ, VV തുളസി, PK മഞ്ജിഷ, ഷാജി മാവുങ്കാൽ എന്നിവർ സംസാരിച്ചു. V ഗിനീഷ് സ്വാഗതം പറഞ്ഞു. അജാനൂർ ലോക്കൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാനായി KV കൊട്ടൻകുഞ്ഞിയെയും കൺവീനറായി V ഗിനീഷിനെയും തെരഞ്ഞെടുത്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അജാനൂർ ലോക്കൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനവും VK രാജൻ നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.